കേരളത്തിൻ്റെ തുറമുഖ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം കേരള നിയമസഭയിൽ കൊടുത്ത ഒരു പ്രസ്താവനയാണ് 2 ദിവസം മുമ്പ്. സത്യം പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് തന്നെ ദുഃഖം തോന്നിപ്പോയി. അതായത് ഈ മനുഷ്യന് ഇത്ര മാത്രമേ നോളജുള്ളൂ, ഇതേ കാര്യങ്ങളെ അറിയത്തുള്ളൂ. അതായത് അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, വിഴിഞ്ഞത്തിനടുത്തുള്ള മുതലപ്പൊഴി, അതായത് മത്സ്യത്തൊഴിലാളികൾ 2 ദിവസം 3 ദിവസം കൂടും ആൾക്കാരിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളാണ് മരിക്കുന്നത്. അതായത് അവിടെ തിര കൂടുന്നു, മൺസൂൺ വരുമ്പോൾ തിരയുടെ വളരെ മുകളിലോട്ട് പോകുന്നു. ഈ വള്ളങ്ങൾക്കും ഈ ചൂണ്ടയിടാൻ പോകുന്നവർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവർ ആ കല്ലിൻ്റെ ഇടുക്കിൽ വരുന്നു, അവർ കൊല്ലപ്പെടുന്നു. ഇതാണ് സംഭവം. അപ്പം അദ്ദേഹം നിയമസഭയിൽ പറയുകയാണ്, പല കമ്മിറ്റികളെ വെച്ചു, അഡാനിയുമായിട്ട് പല ചർച്ചകൾ നടത്തി, പല ആൾക്കാരും പല സംഘങ്ങളും പഠിക്കുവാൻ വേണ്ടി വന്നു, പക്ഷേ അതിനൊരു ആൻസർ കിട്ടുന്നില്ല. ഇതാണ് സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞത്. അപ്പോൾ MP വിൻസെൻ്റ്, അവിടുത്തെ MLA, അദ്ദേഹം വളരെ ദുഃഖത്തോടാണ് പറയുന്നത്, ഈ മഴയത്തും മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് അവരുടെ വീടിൻ്റെ ഉപജീവനം നടത്തുവാൻ വേണ്ടിയാണ്. അദ്ദേഹം വളരെ കാര്യമായിട്ട് 1-2 പേര് മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ പേരുൾപ്പെടെയാണ് പറയുന്നത്. അതായത് അവിടെ ദിനം പ്രതി ആളുകൾ മരിക്കുകയാണ്. അതായത് ഒരു ക്രൈസിസ് തന്നെയാണ്. അവിടെയാണ് സജി ചെറിയാൻ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന്. അതായത് പഠന സംഘം വരുന്നു, അവർ വരുന്നു, റിസർച്ച് നടക്കുന്നു. അപ്പം എനിക്ക് പറയുവാനുള്ളത്, സജി ചെറിയാനോട് എനിക്ക് ദുഃഖം തോന്നുകയാണ്, വീണ്ടും പറയുകയാണ്, സജി ചെറിയാൻ ഡിസ്കഷൻ നടത്തിയിട്ടുള്ളത് ഈ AKG സെൻറ്ററിലുള്ള ഉണക്ക കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളോടായിരിക്കും. അല്ലെങ്കിൽ അയാൾ ഇങ്ങനൊരു സംഭവം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഈ ചുഴിയുള്ളതും ഈ പുഴിയുള്ളതും ഇതേപോലെയുള്ള കടലിൻ്റെ ഇഷ്യൂ ഉള്ളതും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഇതേ ഇഷ്യൂ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ചോദ്യമാണിത്. കാരണം ഇന്ത്യയുടെ എടുത്തു നോക്കുക 3 ഭാഗവും കടലാണ്. അപ്പോൾ ഈ കടലെന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ആളുകൾ മാത്രമൊന്നുമല്ല ജീവിക്കുന്നത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വലിയൊരു തൊഴിൽ മേഖലയാണ്. അതേപോലെയുള്ള സംഭവം ബേ ഓഫ് ബംഗാളിലും ഇന്ത്യൻ ഓഷ്യനിലും അറേബ്യൻ ഓഷ്യനിലും ഒക്കെ സ്ഥിരമായിട്ടുള്ളതാണ്. ഇതിനെയൊക്കെ ഓവർകം ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അതായത് കേരളം പോലെ 1-ാം സ്ഥാനമെന്ന് പറയാത്ത പല സംസ്ഥാനങ്ങളും ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇവിടെ സജി ചെറിയാൻ എന്ന് പറയുന്ന ചെങ്ങന്നൂര് MLA മന്ത്രിക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ അതിന് സൊല്യൂഷനുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഈ സൊല്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം സഹിതമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഗംഗ അത് ക്ലീൻ ചെയ്യുന്ന പരിപാടി, ഗംഗാ നദി, അതൊരു ഭയങ്കര ഹെർക്കൂലിയൻ ടാസ്ക്കായിട്ട് 35 വർഷം കൊണ്ട് പല ഗവൺമെൻറ്റുകൾ ഭരിച്ചിട്ട് ഗംഗ ക്ലീൻ ചെയ്യുന്ന കാര്യം നടക്കുന്നില്ല. ഏകദേശം 15,000 കോടിയാണ് ഈ കഴിഞ്ഞ 35 വർഷം കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല രീതിയിലും പല ഏജൻസികളെ കൊണ്ടുവന്നും ഇത് ക്ലീൻ ചെയ്യാൻ കൊടുത്ത് ഒരു പരിപാടിയും നടക്കുന്നില്ല. അവസാനം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. ഉമാഭാരതി നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ്, കുറച്ച് ഹിന്ദുത്വ പരിപാടിയുണ്ട്, അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റാണ്. അവരെ ഈ സംഭവം ഏൽപ്പിക്കുന്നു. വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററെക്കാളും ഗംഗാ ക്ലീനിങ്ങിന് ഒരു പ്രത്യേക പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് അവരെ ഏൽപ്പിക്കുന്നു. അവരും ഏകദേശം 1-2 വർഷം നോക്കി കംപ്ലീറ്റ് ഡംപായി ഫെയിലിയറായി. അവസാനം നരേന്ദ്രമോദി സ്പെഷ്യലി അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ, ഇപ്പോഴത്തെ HRD മിനിസ്റ്റർ, ഈ ഗംഗയുമായിട്ട് ക്ലീൻ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ സ്പെഷ്യൽ ഇൻചാർജ് ക്യാബിനറ്റ് മന്ത്രിയാക്കി മാറ്റി. എന്നിട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തോട്, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആർട്ടിക്കിളും വന്നിട്ടുണ്ട്, എന്നിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യയിൽ ഇതിന് പറ്റിയ സംഭവങ്ങൾ നടക്കുന്നില്ല, അദ്ദേഹം ചെയ്തത് ഇസ്രായേലുമായിട്ട്, അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗവൺമെൻറ്റുമായിട്ടും ഇസ്രായേലുമായിട്ടും സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ജർമ്മനിയായിട്ട് സംസാരിക്കും. അപ്പോൾ ആദ്യം ഇസ്രായേലാണ് പറയുന്നത് അവർക്കിത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അത് കാരണം അതിൻ്റെ ടാസ്ക് അവർ ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ ടെക്നോളജി കമ്പനി, അവിടുത്തെ ഇതിനെപ്പറ്റി പഠിക്കുന്നൊരു സംഭവം, അവർ ഈ ടാസ്ക് ഗംഗ ക്ലീനിങ് ഏറ്റെടുക്കുകയാണ്. അതായത് മനസ്സിലാക്കുക, അതൊരു ഭയങ്കര ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു.
പെട്ടെന്നാണ് ഏകദേശം 4 മാസം കൊണ്ട് 1,65,000 ടോയ്ലറ്റുകൾ ഈ ഗംഗയുടെ ഭാഗത്ത് ബിൽഡ് ചെയ്യുന്നു. അതാണ് മാസീവ് പ്രോഗ്രാമായിട്ടാണ് ഗവൺമെൻറ് ഇത് ഏറ്റെടുക്കുകയാണ്. ഇത് ചെയ്തേ മതിയാവത്തുള്ളൂ. അതേപോലെ നിങ്ങൾ കേട്ട് കാണും, ഗംഗയുടെ സൈഡിൽ ജനങ്ങൾ, ഈ ആൾക്കാർ ഹൈന്ദവ പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ഗംഗയിൽ കൊണ്ട് ഒഴുക്കുന്ന പരിപാടിയാണ്. അധികം പകുതി കത്തിയ ബോഡികളൊക്കെയാണ് കൊണ്ടൊഴുക്കുന്നത്. അവിടെ ഗവൺമെൻറ് മാറ്റം കൊണ്ടുവന്നു. അതായത് മുഴുവൻ ഇലക്ട്രിക്കാക്കി. അതേപോലെ ഈ മരക്കഷ്ണം വെച്ച് കത്തിക്കുക എന്ന് അതിൻ്റെ ചാർജ് കൂട്ടി. കാരണം കംപ്ലീറ്റ് കത്തിയ ശേഷം അതേപോലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഇത് പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചു. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത്. 2-3 വർഷം കൊണ്ട് ഗംഗ ക്ലീനാക്കി. അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ടാസ്ക് എടുത്തു, ഈ സംഭവം ക്ലീനാക്കി. അതിനേക്കാൾ എത്രയോ ചെറിയൊരു ഇഷ്യൂ ആണ് സജി ചെറിയാൻ നിയമസഭയിൽ പറയുന്നത്, വിതുമ്പുന്ന രീതിയിൽ പറയുന്നത്. ഇതാണ് ഈ മനുഷ്യന് ലോകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ല. ഈ ഉണക്ക സഖാക്കൾക്കാണ് കേരളവും അവിടെ വിട്ട് കുറച്ച് കണ്ണൂർ പൊളിറ്റിക്സും ക്രിമിനൽ സംഭവങ്ങളും മാത്രമേ അറിയുന്ന ബുദ്ധിജീവികളാണിവർ. അതായത് ലോകത്തിൽ ഇതിന് പറ്റിയപ്പം ആലോചിച്ച് നോക്കുക. ലോകത്തിൽ ഇതേപോലെ പൊഴിയും ഈ പ്രശ്നവും ഈ വിഴിഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതാണ് ചോദ്യം. ഇത് ലോകത്ത് പലയിടത്തുമുണ്ട്. ഇപ്പം ഇതിനെയൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള പല സംഭവങ്ങളും ലോകത്ത് സ്റ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം ഇന്ത്യയിലത് പറ്റിയില്ല എങ്കിൽ ഇപ്പം കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെട്ട് ഇപ്പോൾ ഇസ്രായേൽ എംബസിയോ പിന്നീട് ഈ ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മൻ ഏജൻസി ഇന്ത്യയായിട്ട് സഹകരിച്ചു. ഇസ്രായേലും ജർമ്മനിയും മുമ്പിൽ നിന്നാണ് ഈ സംഭവം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കൈ കൊടുക്കുന്നത്. അപ്പം ഇവരുമായിട്ട് സഹകരിച്ച് ഇവരോട് ചോദിക്കാം, പല രാജ്യങ്ങളോടും ചോദിക്കാം. അവർക്കൊക്കെ എംബസി ഉണ്ട് ഡൽഹിയിൽ. അല്ലെങ്കിൽ ഇവർക്ക് കത്തെഴുതി ചോദിക്കാം, എന്താണ് നിങ്ങളെ കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ. പലരും ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. പിന്നെ ഇതിൻ്റെ കൈക്കൂലിയും പരിപാടിയൊന്നും നടക്കത്തൊന്നുമില്ല. അതായത് എംബസിയുമായിട്ട് ഇടപെടുമ്പോൾ അവിടുത്തെയുള്ള പല ഏജൻസികളും ടെക്നോളജി കമ്പനികളും ഒക്കെ ഇടപെട്ട് ചിലപ്പോൾ ഇതൊരു ഫ്രീ ആയിട്ട് ചെയ്തു തരും ഈ സംഭവം. ഇതിനെയാണ് കേരള നിയമസഭയിൽ സജി ചെറിയാനെന്ന് പറഞ്ഞ മന്ത്രി കൈമലർത്തുന്നത്. ആളുകൾ മരിക്കുകയാണ് ഓരോ ദിവസവും, 2-3 പേര് മരിക്കുന്നു ചില ദിവസങ്ങളിൽ. ഇപ്പം ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരു മന്ത്രി. അപ്പം ഇയാൾക്ക് ആരെ അഡ്വൈസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന ബ്യൂറോക്രസിയെ ഒറ്റയടിക്കാൻ കളിയാക്കി പറയൊന്നുമല്ല. ഇതൊക്കെ അവൈലബിളാണ്. ഇത് ഇന്നത്തെ ഡിജിറ്റൽ വേൾഡാണ്. ഇത് എവിടെ അവൈലബിളാണ്. ആ സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതുപോലും നടത്തുവാൻ കഴിയാത്ത പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രി വിതുമ്പി പറയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഉറപ്പായിട്ടും ഇതിനകത്ത് സൊല്യൂഷനുണ്ട്. ഈ സൊല്യൂഷൻ വന്നു കഴിയുമ്പം അത് ചെലവ് ചെയ്യാൻ വേണ്ടി അദാനി തയ്യാറാക്കും. അദാനിയുടെ സംഭവമൊന്നുമല്ല പോയി ഇങ്ങനെയുള്ള സംഭവം കമ്പനികളെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരിക. അതൊക്കെ ഗവൺമെൻറ് ഓഫ് കേരളയാണ് ചെയ്യേണ്ടത്. ആ കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി, അത് പിണറായി വിജയൻ പല വിദേശ രാജ്യത്തും പല മന്ത്രിമാരും പോകുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെ കണ്ടുപിടിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കാര്യം സജി ചെറിയാൻ്റെ വിതുമ്പലും കരച്ചിലും എല്ലാം കേട്ട് എനിക്ക് ദുഃഖം തോന്നിപ്പോയി. കാരണം ഈ മനുഷ്യൻ ഒരു അന്തം കമ്മി പൊട്ടന, അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ടൊരു സംഭവത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് സജി ചെറിയാൻ.